ഞാനൊരു 1.5 കൊല്ലമായിട്ട് ഒരു ബോഡി യൂർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി സെമി ന്യൂഡ് ഈ ഒരു സംഭവം ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഇൻസ്റ്റാ കയറി നോക്കിയാൽ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. കുറേ അവളുമാർ എന്തിനാ കാണിക്കുന്നത് എനിക്കറിഞ്ഞൂടാ, കയറി അങ്ങ് വന്ന് തുറന്ന് പിടിച്ച് കാണിച്ചുകൊണ്ടങ്ങിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, ഇതെടുത്തിട്ട് കഴിയുമ്പോഴത്തേനും നിനക്ക് അങ്ങനെ കാണിക്കാനല്ല, നിനക്ക് ഇങ്ങനെ ചെയ്യാനല്ല എന്നുള്ള ഒരുമാതിരി കുറച്ച് ചോദ്യം കൂടെ. പിന്നെ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നൊരു ഐഡിയ ഉണ്ട്. ഒരു ബോഡി ഷൂട്ട് എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഞാൻ കൂടുതലും എന്താ പറയുക, ആളുടെ എൻറ്റയർ ബോഡി വിസിബിൾ ആക്കുന്നതിന് പകരം കുറച്ച് ഷെയ്ഡ് ആൻഡ് ഷാഡോ ഒക്കെ കൊടുത്ത് സംഭവം ചെയ്യുന്നതിനാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ എൻ്റെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഞാനൊരു 1.5 കൊല്ലമായിട്ട് ഒരു ബോഡി യൂർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി സെമി ന്യൂഡ് ഈ ഒരു സംഭവം ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എന്താ പറയുക, ഒരുപാട് വീഡിയോസ് കയറി നോക്കി. ഇൻസ്റ്റയിലൊക്കെയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റ കയറി നോക്കിയാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. കുറേ അവളുമാർ എന്തിനാ കാണിക്കുന്നത് എനിക്കറിഞ്ഞൂടാ, കയറി അങ്ങ് വന്ന് തുറന്ന് പിടിച്ച് കാണിച്ചുകൊണ്ടങ്ങിരിക്കും. അതിന് ചറപറ ലൈക്കും ഷെയറും കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് അതിന് ബോഡി യൂർ ഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരും അതെടുക്കാൻ വേണ്ടിയിട്ട് കുറേ അവന്മാരും പറയുന്നതുകൊണ്ടൊന്നുമില്ല, പറഞ്ഞു പോകും. നമ്മൾ എനിക്കൊരു സാധനം അങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് കഴിയുമ്പോഴത്തേനും നിനക്ക് അങ്ങനെ കാണിക്കാനല്ല, നിനക്ക് ഇങ്ങനെ ചെയ്യാനല്ല എന്നുള്ള ഒരുമാതിരി കുറച്ച് ചോദ്യം കൂടെ. പിന്നെ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കണം. നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഷൂട്ട് അങ്ങ് പ്ലാൻ ചെയ്തു. കുറേ റെഫറൻസ് കയറി നോക്കി, യൂട്യൂബിലൊക്കെ കുറേ ബോഡി യൂർ ഷൂട്ട് ഒരു എന്താ പറയുക, ഒരു ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ഒരു പ്രൊഫഷനായിട്ട് തന്നെ ബോഡി യൂർ ഷൂട്ട് തന്നെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കുറേ വീഡിയോസ് എല്ലാം ഞാൻ കയറി നോക്കി. അങ്ങനെ റെഫറൻസ് എല്ലാം ചെയ്ത് ഞാൻ അങ്ങനെ ഷൂട്ട് പ്ലാൻ ചെയ്ത് റെഡിയായി എല്ലാം സെറ്റാക്കി ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ പോകും നമ്മുടെ ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയായിട്ട് കാണാം. ഞങ്ങൾ അങ്ങനെ ലൊക്കേഷനിൽ വന്നു. ഇത് പൊൻകുന്നത്തുനിന്ന് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ അടുപ്പിച്ചുള്ളൂ. ബ്ലാക്ക് നെസ്റ്റ് എന്ന് പറയാം. ഇവിടെയാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾ അകത്ത് ഡ്രസ് ചേഞ്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൈൻഡിൽ കുറച്ച് പ്ലാനിങ് ഉണ്ട്. ഇത് ഈ രീതിയിലായിരിക്കണം, ഷൂട്ട് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറേ സംഭവമുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നൊരു ഐഡിയ ഉണ്ട്. ബട്ട് അതെങ്ങനെ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കും, ഏത് രീതിയിൽ എത്തിക്കും എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് മെയിനായിട്ടൊരു ഡൗട്ടുള്ളത്. ഒരു ബോഡി യൂർ ഷൂട്ട് എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ ഈ ബോഡി യൂർ ഷൂട്ട് എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ കുറേ പേജ്, നിങ്ങൾ ഇൻസ്റ്റ കയറി തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ബോഡി യൂർ ഷൂട്ട് ജസ്റ്റ് ഒന്ന് ഹാഷ്ടാഗ് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്ന ചുമ്മാ എന്തിനോ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ടൈപ്പ്, ബോഡി ഫുൾ എക്സ്പോസ് ചെയ്യുക, കുറച്ച് സെക്ഷലി എന്താ പറയുക, ലൈക്ക് ഇത് തോന്നിക്കുക, അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ചെയ്യുന്ന കുറേ ഷൂട്ട്സൊക്കെയാണ് എനിക്ക് റെഫറൻസ് ആയിട്ട് വന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കാണെങ്കിൽ പോലും മൊത്തത്തിൽ അങ്ങ് ഒരുമാതിരി അങ്ങ് നെഗടിക്കാൻ തുടങ്ങി. കാരണം ബോഡി യൂർ ഷൂട്ട് എന്നുള്ളതിൻ്റെ ആ ഒരു പേരിൽ ഇറങ്ങുന്ന ഒരുപാട് ഫോട്ടോസ് എല്ലാം ജസ്റ്റ് കാണിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അത് കണ്ട് കുറേ ആൾക്കാർ വരണം, അങ്ങനെ ഒരു മൈൻഡിൽ മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെന്താണ് ഈ ഒരു ഷൂട്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല എന്താണ് ആക്ച്വലി ഒരു ഷൂട്ടെന്നും കൂടെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനൂടെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഫ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഒരു കോർണർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ആളെ ഇരുത്താൻ ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും എന്താ പറയുക, ആളുടെ എൻറ്റയർ ബോഡി വിസിബിൾ ആക്കുന്നതിന് പകരം കുറച്ച് ഷെയ്ഡ് ആൻഡ് ഷാഡോ ഒക്കെ കൊടുത്ത് സംഭവം ചെയ്യുന്നതിനാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വിൻഡോയുടെ സൈഡിലായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെളിയിൽ നിന്ന് അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടും. പിന്നെ നമുക്കല്ലാതെ അകത്തുനിന്ന് വേറെ ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്ട്രാ യൂണിറ്റ് ഇരിപ്പുണ്ട്. സോ അപ്പോൾ ആ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഫില്ല് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. അപ്പം വെളിയിൽ നിന്ന് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആളുടെ എപ്പോഴും ഏത് സൈഡിലിരിക്കുന്ന ആ ഒരു കോർണറിൽ നല്ലപോലെ ലൈറ്റും ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഷെയ്ഡായിട്ടും കിട്ടും. സോ അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോസാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള സീൻസ് എല്ലാം വരുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം.朝太陽の下響く残響を聞いて降り注ぐ光の中立ち止まりはしないよ。さえず
അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ കുറേ വീഡിയോസ് ഇനി ഇറങ്ങാനുണ്ട്. അപ്പം നിങ്ങൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. പുതിയ ഷൂട്ടും പുതിയ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.